മഴയാണ് തണുപ്പാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരും വെള്ളം കുടിക്കുന്ന അവോയ്ഡ് ചെയ്യില്ലേ. സ്റ്റേ ഹൈഡ്രേറ്റഡ്. വെള്ളം അത് കുടിക്കാനുള്ളതാണ്, അല്ലാതെ കാറിനകത്ത് നടത്തോണ്ട് പോക്കൃത്തരം കാണിക്കാനുള്ളതല്ല. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. MBDയും സഞ്ജു ടെക്കിയും തമ്മിലുള്ള വീരഗാഥകൾ നമ്മൾ കുറെ കേട്ടതാണ്. പക്ഷെ ഇപ്രാവശ്യം MBD സഞ്ജു ടെക്കിയും മലത്തിയടിച്ചു. ഒരു ദിവസം രാവിലെ MBD എഴുന്നേക്കുന്നു, യൂട്യൂബ് നോക്കുന്നു. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സഞ്ജു ടെക്കിയെ തിന്നു കളയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ സംഭവം അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ സഞ്ജു ടെക്കി കാറിനകത്ത് വെള്ളം നിറച്ചോണ്ട് റോട്ടിൽ കൂടെ പോയി. അത് കണ്ടോണ്ട് MBD സഞ്ജു ടെക്കിയെ സ്റ്റേഷനിൽ വിളിച്ച് നിറച്ചാൻ കൊടുത്തു വിട്ടു. സ്വിമ്മിംഗ് പൂൾ ഇൻസൈഡ് കാർ. ഇതിനകത്ത് ഇത്ര സ്ഥലമുള്ളൂ, പക്ഷെ നമ്മള് കാറ് ഇന്ന് പൂളാക്കും. എങ്ങനെയാണ് ഇപ്പൊ കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ബെൻസിലല്ല, മറിച്ച് നമ്മുടെ ബിഗ് ബോയിലാണ് നമ്മൾ ഇന്നൊരു പൂൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു വിചാരം കാണും ആദ്യമായിട്ട് ഈ സഞ്ജു ടെക്കി ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ റീൽസിനകത്ത് ഏതാണ്ട് ഒരച്ചോണ്ടിരുന്നപ്പോ ഇങ്ങനെ സാധനം കണ്ടിട്ടുണ്ട്. ചേട്ടാ എന്തൊരു അവസ്ഥയാന്ന് നോക്കണം. അത് ശരിക്കും ചെയ്തവന് ഒരു കുഴപ്പമില്ല, അത് കോപ്പി അടിച്ച് ചെയ്തവനെ എല്ലാവരും കൂടെ എടുത്തിട്ട് കളക്കുന്നു. ഞാൻ റീലിൽ കണ്ട വീഡിയോ റോഡിലല്ലായിരുന്നു തോന്നുന്നു. പക്ഷെ ഈ പുള്ളിക്കാരനെ ഇറങ്ങി പിള്ളേരെ ഇംപ്രസ് ചെയ്യിക്കുക റോട്ടിലോട്ട്. ശരിയാ, വാരി എടുത്തോണ്ടങ്ങ് പോയല്ലോ. ഒരു മനുഷ്യൻ ഇത്രയും ബോധമില്ലാതാവും. ഒരു മുട്ടായുടെ കൂട്ടത്തിൽ കിട്ടിയ സ്റ്റിക്കർ കാറെ വെട്ടി കഴിഞ്ഞാൽ ഇവിടെ ഫൈൻ അടിക്കും. ഇവിടെ കാറിനകത്ത് വെള്ളം നിറച്ചോണ്ട് പോയി. ഈ കാർ എന്ന് പറയുന്ന സംഭവം അങ്ങ് ദേവലോകത്ത് ദേവേന്ദ്രൻ ഇറക്കി വിട്ട സാധനമല്ല. പെട്രോൾ മാത്രമല്ല, അതിനകത്ത് കുറെ വയർ ഇലക്ട്രിസിറ്റി ഒക്കെ ഉണ്ട്. ഇത്രയും കറണ്ട് കടന്ന് ഓടുന്ന സാധനത്തിന് നീയൊക്കെ ഇറത്തടിച്ച് എത്തുപോയിരുന്നു എന്തോടുത്ത് തന്നെ. അല്ല എന്തായാലും പറ്റിയോ നിന്ന് കത്തിയിരുന്ന് നീയൊക്കെ എരിഞ്ഞു പോകത്തില്ലയോടാ. എന്റെ ഫ്രണ്ടിലത്തെ എയർ ബാഗ് മാൽ ഫംഗ്ഷൻ ആവാഞ്ഞ കാര്യമായി. ആയായിരുന്നെ എന്റെ ഫ്രണ്ട് ഇരിക്കുന്നതിന് മുന്നേ ഇങ്ങനെ ആയല്ലേ. മൂക്കും പറിച്ച് പോക്കറ്റ് ഇട്ടോണ്ട് വീട്ടിൽ പോകേണ്ടി വന്നേനെ. ആന്റി അവിടെ ഇരുന്ന് നോക്കുന്നുണ്ട്. കുറെ എണ്ണം രാവിലെ കുറ്റിയും പറിച്ച് ഇറങ്ങിക്കോളും മനുഷ്യനെ ശല്യപ്പെടുത്താൻ. സത്യം പറഞ്ഞാൽ ചെറുതായിട്ട് ചേട്ടായി റോഡിലുള്ളവർക്ക് ശല്യം ഉണ്ടാക്കി. ഫ്രണ്ട് ഇരിക്കുന്ന ഒരു മാമന്റെ ആക്ഷൻ കണ്ടോ? റോഡിൽ നിന്നോണ്ടൊരു മലയാളി ഇങ്ങനെ കൈ കാണിച്ചിട്ടുണ്ട്. ആർക്കാ വിളിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലാവും. നമ്മുടെ വീഡിയോ ഇങ്ങനത്തെ ഒരു ലെവലിലോട്ട് പോകുന്നു. വേറെ എയർ ബാഗ് വണ്ടിയുടെ മുട്ടിയിരിക്കുന്നു. വെള്ളം ഇങ്ങനെ നിറഞ്ഞു ഭയങ്കര. എനിക്കിതിലങ്ങ് വലിയ അത്ഭുതമൊന്നുമില്ല, കാരണം വെളിയിലുള്ളവർ നീന്തി തന്നെ പൊക്കോണ്ടിരിക്കുന്നത്. വെള്ളം കാരണം ബൈക്കിന്റെ പുറകെ ഡോഗി സ്റ്റൈലിൽ ഇരുന്ന് പോകേണ്ടി വരുന്ന ഒരു യുവാവിനെയാണ് നിങ്ങൾ കാണുന്നത്. വിട്ടിട്ട് സൈഡിലോട്ട് വെള്ളം ഇങ്ങനെ ഒഴുകി വണ്ടിയുടെ അകത്തോട്ടൊക്കെ വീണ് അത് കഴിഞ്ഞിട്ട് ടപ്പേന്ന് എയർ ബാഗ് വിട്ടുവരുന്നു. ഞങ്ങൾക്ക് അറിയത്തില്ല എന്താണ്. അപ്പൊ എനിക്കിതുവരെ മനസ്സിലാവാത്ത കാര്യം, ഇവന്മാരൊക്കെ ഈ പരിപാടി കാണിച്ചിട്ട് എങ്ങനെയാ റോഡിൽ നിന്ന് എസ്കേപ്പ് ആവുന്നത്. നമ്മുടെ വണ്ടി ഒന്നും അറിയാതെ റോഡിന്റെ നടുക്ക് വന്ന് നിന്ന് കഴിഞ്ഞാൽ കേൾക്കാത്ത തെരുവിളിയൊന്നുമില്ല. എന്നിട്ട് ഇവന്മാരുടെ ഇഷ്ടത്തിന് വെള്ളം നിറച്ച് അത് റോഡിന്റെ നടുക്ക് വന്ന് നിർത്തി കോരി പറ്റിച്ച് അത്ര നേരം ആൾക്കാർ പുറകെ വെയിറ്റ് ചെയ്ത് നിന്നാ പറയുന്നത്. ഞാൻ 5 സെക്കൻഡ് നിന്നാ എന്നെ വിളിക്കാത്ത തെറിയൊന്നുമില്ല. ഞാനൊക്കെ ഇങ്ങനെ വല്ലതും ചെയ്യാൻ പോരുന്ന ഇവിടെ നീര് വെച്ചാണ്. എന്താ ഭാഗ്യമാണ് എങ്ങനെ പറ്റുന്നത്. അങ്ങനെ ഈ സംഭവം കണ്ട് നമ്മുടെ ഗവൺമെന്റിന് തീരെയും പിടിച്ചില്ല. അതുകൊണ്ട് അവരെ അങ്ങ് എടുത്തിട്ട് അങ്ങ് പെരുമാറി. ന്യൂസിൽ, ചാനലിൽ എല്ലായിടത്തും സഞ്ജു ടെക്കി പുള്ളിയുടെ ഡെഡ് ആയി കിടന്ന ചാനൽ ഈ ഒരു സംഭവത്തിന് ശേഷം കണ്ടില്ലയോ. പൈസ തന്നെ പൈസ. പക്ഷെ നമ്മുടെ സഞ്ജു ടെക്കി ഇതൊരു ലോട്ടറി അടിച്ച പോലെ അങ്ങ് എടുത്തു. പുള്ളിക്ക് അടുത്ത വ്യൂസ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ടിക്കറ്റ് ആക്കി. സഞ്ജു ടെക്കി നമ്മുടെ ഗവൺമെന്റിന്റെ MBD യൂസ് ചെയ്തു പോലും. മാധ്യമങ്ങളെയും വകുപ്പുകളെയും പരിഹസിക്കുകയാണ് സഞ്ജു ടെക്കി. കാറിനകത്തിരുന്ന് വെള്ളം കെട്ടി കൊച്ചു പിള്ളേരെ പോലെ അരമണിക്ക് കളിച്ചതിനാണ് ഈ മാസം ഇട്ട് കയറി വരുന്നത്. എന്നാ ജീവിതമാടാ നീയൊക്കെ ജീവിക്കുന്നത്. ഒരു ദിവസം എനിക്ക് നിന്നെ പോലെ ജീവിക്കാൻ പറ്റിയിരുന്നത് അന്ന് ഞാൻ ആത്മഹത്യ ചെയ്തേനെ. ഇന്റർവ്യൂ ഒക്കെ കണ്ടാ തോന്നുന്നു അവിടെ ആരാണ്ട് ഒരു വിളക്കും പിടിച്ചോണ്ട് നിൽക്കുക വലത്തുകാല് വെച്ച് കയറ്റാൻ. ഏതായാലും അവർ കാര്യമായിട്ട് പിടിച്ചങ്ങ് വിളക്കി. ഇങ്ങനൊരു സംഭവം വന്നപ്പോഴേ മര്യാദയ്ക്ക് ഒരു വീഡിയോ ഇട്ട് ഇനി അങ്ങനെ ചെയ്യത്തില്ല, ഭാഗത്തൊന്നും ഒരു തെറ്റ് പറ്റിപ്പോയെന്ന് പറഞ്ഞിരുന്നെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം വരത്തില്ലായിരുന്നു. ഈ കോർപ്പറേറ്റ് ചാനൽസിന്റെ ഗവൺമെന്റിന്റെ ഒക്കെ എതിരെ ഏതെങ്കിലും ഒരു യൂട്യൂബറിന് പോകാൻ പറ്റുമോ? ഒരു യൂട്യൂബർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് കമ്പനി ഒരു ഗവൺമെന്റിന്റെ ഒന്നും ഫ്രണ്ടിൽ ഒന്നുമല്ല. ആകെപ്പാട് ഇങ്ങനത്തെ യൂട്യൂബേഴ്സിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ വിട്ട് തെറി വിളിക്കാം. കൂടിപ്പോയ 1-2 ആഴ്ച ഭയങ്കര വ്യൂസ് ആയിരിക്കും. അത് കഴിഞ്ഞ് ഒരു മനുഷ്യന് ഈ യൂട്യൂബേഴ്സിനെ വേണ്ട. അറിയാമല്ലോ നമ്മുടെ മറ്റേ കേരളം കത്തിച്ച ആൾക്കാരെ. ഇപ്പൊ ജമ്പിങ്ങാ പരിപാടി. സ്വിമ്മിങ്, ജമ്പിങ് ഉണ്ടോ?
TV മാത്രമല്ല ഗൈസ് നമ്മൾ റീച്ച് ആയിട്ടുള്ളത്. ഗൈസ് പത്രം TV മാത്രമല്ല ഹൈക്കോർട്ട് വരെ ചെന്നു. അതിന് എണ്ണമേ എടുക്കാൻ പറ്റില്ല, അത്രത്തോളം ഓൺലൈൻ ന്യൂസ് ഉണ്ട്. ഒരിക്കലും ഒരു ഇൻഫ്ലുവൻസർ ചെയ്ത തെറ്റിനെ ഗ്ലോറിഫൈ ചെയ്ത് പറയാൻ പാടില്ല. എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് വർക്ക് ചെയ്ത മീഡിയക്കാരാണ്, അവരോടാണ് എനിക്ക് ഭയങ്കര വലിയ താങ്ക്സ് പറയാനുള്ളത്. കാരണം യു ഗൈസ് ഈ മീഡിയക്കാരെയൊക്കെ നമ്മൾ ചെറുതായിട്ട് ഒന്ന് തട്ടാൻ നോക്കി കഴിഞ്ഞാൽ അവരുണ്ടല്ലോ നമ്മൾ തൂക്കിയിട്ട് തട്ടും. അല്ലെങ്കിൽ നമ്മൾ അത്ര ഇൻഫ്ലുവൻഷ്യൽ പവർ ഉള്ള ഒരാളായിരിക്കണം. പിന്നെ വെള്ളം അത് കുടിക്കാനുള്ളതാണ്, കാറിനകത്ത് നിറച്ചോണ്ട് പോകാനുള്ളതല്ല. ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ BGM ഇട്ടിറക്കും. എന്നിട്ട് ഇത് കാണുന്ന കുറെ കുഞ്ഞു പിള്ളേർ, കൊച്ചു പിള്ളേർ വിചാരിക്കും എന്തൊക്കെയോ ഭയങ്കര മാസമായിട്ടുള്ള സംഭവമാണ് നടക്കുന്നത്, നമ്മൾ ഇത് കണ്ട് ആഹ്ലാദിക്കണം സുഹൃത്തുക്കളെ എന്ന് അവർ വിചാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന ഭാവിയൊക്കെ ഉള്ളടാ ഈ പിള്ളേർക്ക്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഭയങ്കര മാസ് എൻട്രി ഒക്കെ അടിച്ച് BGM ഒക്കെ ഇട്ട് അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഒന്ന് സംസാരിക്കുന്നത്. പിന്നെ സത്യം പറഞ്ഞാൽ ട്രിപ്പ് പോയിട്ട് കുറച്ച് നാളായി. ഇത് എനിക്കൊണ്ട് മലപ്പുറത്ത് എങ്ങനെയാണ് ഈ സ്ഥലം. അപ്പൊ എന്തായാലും ഞാൻ എന്റെ ഫ്രണ്ട്സ് കൂടെ നേരെ മലപ്പുറത്തോട്ട് ട്രിപ്പ് പോയി അവിടെ. എന്തായാലും ആ വീഡിയോ കണ്ടെന്ന് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ച പുള്ളിക്കാരൻ അംഗീകരിക്കുന്നുണ്ട് തെറ്റാന്ന്, നിയമം പാലിക്കണമെന്നും പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും ചെയ്യരുതെന്നും പറയുന്നുണ്ട്. പക്ഷേ അത് സാധാരണഗതി വന്ന് പറയണമായിരുന്നു. അത് തന്നെ മാത്രം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന നമ്മുടെ ബ്രെയിൻ ഒന്നും വർക്ക് ആവത്തില്ല, നമുക്കൊരു ത്രില്ല് തോന്നത്തില്ല സ്വന്തം ലൈഫിൽ. അപ്പൊ ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്കത് പോസിറ്റീവിലോട്ട് മാറ്റാനുള്ള ഒരു ത്രില്ലില് നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് അപ്പോഴാണ് കുറച്ചും കൂടെ നമുക്ക് കാര്യപ്രാപ്തി. പുള്ളിക്കാരന് വലിയ സന്തോഷമായെന്നാ തോന്നുന്നത്. ഇനിയും സഞ്ജു ടെക്കിക്ക് ഇതുപോലത്തെ കേസുകൾ ഉണ്ടാവട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശ്വരായവൻ ഗൾഫിൽ പോകുന്നതിനെ കൂട്ടുകാരൻ പെട്ടിക്കകത്ത് കഞ്ചാവ് വെച്ച് കൊടുക്കണേ. സഞ്ജു ടെക്കി ഇത് തെറ്റ് തന്നെ, അതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യം തന്നെയായിരുന്നു. ഇതേപോലെ തന്നെ വേറെ പല ആൾക്കാരും പല രീതിയിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഈവൻ ചിലരുണ്ടാക്കിയ ബ്ലോക്കിൽ ആംബുലൻസ് വരെ കിടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലത്തെ കേസുകൾ ഇതുപോലെ തന്നെ അഗ്രസീവായിട്ട് എടുക്കണം പ്ലീസ്. അപ്പൊ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. വെള്ളം കുടിക്കാനുള്ളതാ, കാറിനകത്ത് നിറച്ചുകൊണ്ട് പോകാനുള്ളതല്ല. എല്ലാവരും ഈ വീഡിയോയിലോട്ട് നോക്കും. ടാറ്റാ.